ഹലോ ഗൈസ്, ലെജൻഡറി ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെനീസ് എന്ന അതിമനോഹരമായ ഒരു നഗരത്തെ പറ്റിയാണ്. ഇറ്റലിയിലെ അതിമനോഹരമായ ഒരു നഗരമാണ് വെനീസ്. മലയാളികൾക്ക് കുട്ടനാടാണെങ്കിൽ ഇറ്റലിക്കാർക്ക് വെനീസ്. ഏകദേശം 118 ഐലൻഡുകളും 472 പാലങ്ങളും അടങ്ങിയ ഒരു നഗരമാണ് വെനീസ്. 1.5 ലക്ഷം ആളുകളാണ് ഈ നഗരത്തിൽ താമസിക്കുന്നത്. ഒരു ദിവസം 50,000 മുതൽ 2 ലക്ഷം ആൾക്കാർ വരെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വെനീസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ 1500 വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളും കൊട്ടാരങ്ങളും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല കേട്ടോ, ഇനിയുമുണ്ട് ഗോണ്ടോളാസ് ആൻഡ് വാട്ടർ മെട്രോസ്. ഈ ഗോണ്ടോളാസ് എന്ന് പറയുന്നത് കേരളത്തിലെ വള്ളങ്ങൾ ഏകദേശം നമ്മുടെ വള്ളങ്ങൾ പോലെ ഇരിക്കും. പിറകിൽ നിന്ന് പങ്കായം തുഴയുന്നയാളെ നമ്മൾ ഗോണ്ടോളിയർ എന്ന് വിളിക്കും. ഏകദേശം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വഞ്ചിക്കാരൻ. എന്നാൽ അവിടെ ഈ ഒരു ജോലിക്ക്, ഈ പങ്കായം തുഴയുന്ന വ്യക്തിയുടെ ഈ ജോലിക്ക് വളരെയധികം ബഹുമതിയും പ്രൗഢിയുമേറിയ ഒരു ജോലിയും കൂടിയാണിത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഗോണ്ടോളിയേഴ്സിന് ഈ ബഹുമതി കിട്ടാൻ കാരണം ഇത് പരമ്പരാഗതമായി കിട്ടുന്ന ഒരു തൊഴിലാണ്. അതുപോലെ തന്നെ ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ അവർ പരീക്ഷ എഴുതേണ്ടതുണ്ട്. എഴുത്ത് പരീക്ഷയുണ്ട്, ഗായിക പരീക്ഷയുണ്ട്. അത് ഒരു ഘട്ടമാട്ടോ. അതല്ലാതെ അവർക്ക് ഒരുപാട് ഘട്ടങ്ങൾ അതിനുവേണ്ടി കടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഇതിന് ലൈസൻസ് കിട്ടുള്ളൂ. അടുത്തതായി ഇവർക്ക് ഇറ്റാലിയൻ അല്ലാതെ മറ്റൊരു ലാംഗ്വേജും കൂടി അറിഞ്ഞിരിക്കണം. മറ്റൊരു ഭാഷ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ജർമ്മനോ ഏത് വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ ഇവർ വെനീസിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കണം. വെനീസിന് മാത്രമല്ല, യൂറോപ്പിൻ്റെ ചരിത്രം ഇവർ അറിഞ്ഞിരിക്കണം. ഈ ഗോണ്ടോളിയയിൽ കയറുന്നതിന് ഏകദേശം 50 മുതൽ 150 യൂറോ വരെയാണ് പറയുന്നത്. സമയത്തിനനുസരിച്ചാണ് നമുക്കത് വില പറയുന്നത്. അവർ ഈ ഗോണ്ടോളിയയിൽ കയറുമ്പോൾ നമുക്ക് ഈ ഒരു വെനീസ് ചുറ്റിക്കറങ്ങി കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു നഗരം ഇത്രയും സന്ദർശകർ വന്നിട്ടും അത്രയും വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത്. ഒരു തരത്തിലുള്ള മലിനവും ഇല്ലാത്ത ഒരു കായൽ, ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. അത്രയും മനോഹരമാണ് ആ കാഴ്ചകൾ. അതുപോലെ തന്നെ കായലിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുടെ ഒരു നഗരമാണ് വെനീസ്. ഏകദേശം 118 ദ്വീപുകളുണ്ട് അതിന്. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്നിലോട്ട് അവർ പാലങ്ങളെയല്ല കൂടുതലും ആശ്രയിക്കുന്നത്, ഈ ബോട്ടുകളെയാണ്. അതിൽ ഗോണ്ടോളിയേഴ്സ് ഉണ്ടാവും, വാട്ടർ മെട്രോസ് ഉണ്ടാവും. അതിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് അവർ കടക്കുന്നത് ഈ വള്ളങ്ങളിലാണ്. അതുപോലെ തന്നെ ഈ ഗോണ്ടോളിയേഴ്സിൽ ഒരു സമയത്ത് 5 പേർക്ക് വരെ കയറാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട്. അതായത് മർക്കോസിൻ്റെ മൃതദേഹം. മർക്കോസ് ആരെന്നറിയാലോ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായ മർക്കോസ്. ഈ മർക്കോസിൻ്റെ മൃതദേഹം അടക്കം ചെയ്തത് ഇവിടെയാണെന്ന് ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ലാൻഡ്മാർക്കുകൾ എന്ന് പറയുന്നത് ഗ്രാൻഡ് കനാൽ, ഡോഗെ പാലസ്, ബസിലിക്ക പള്ളി, ബസിലിക്ക ദി സാൻ മാർക്കോ എന്ന് പറയും. അതുപോലെ തന്നെ പിസാസ സാൻ മാർക്കോ, അതുപോലെ തന്നെ റിയാൾട്ടോ. ഈ റിയാൾട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് സിനിമകൾ ഈ റിയാൾട്ടോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡോഗ് പാലസ്. ഇന്നതൊരു മ്യൂസിയമാണ്. ഏകദേശം 1500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു നഗരം കൂടിയാണ് ഈ ഒരു വെനീസ് എന്ന് പറയുന്നത്. ഈ കൊട്ടാരങ്ങളും പള്ളികളും എല്ലാം തന്നെ 1500 വർഷം പഴക്കമുണ്ട്. എന്താല്ലേ? യൂറോപ്പിൽ ഏറ്റവും മനോഹരമായ നഗരം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക വെനീസ് തന്നെയായിരിക്കും. അത്രയും മനോഹരമാണ് ഈ ഒരു നഗരം കാണാൻ. മഹത്തരമായ ഈ നഗരം എന്നെങ്കിലും സന്ദർശിക്കാൻ കഴിഞ്ഞാൽ ഒരു കാലത്തും അത് വിട്ടുകളയരുത്. ഇതോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ? ഓക്കെ, അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.